ദൈവത്തിന് മഹത്വം. നമുക്ക് നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വഴി നടത്തുന്നത്, കരുതുന്നത്, പരിപാലിക്കുന്നത്, ദൈവജീവനിലേക്ക് നമ്മളെ വഴി നടത്തുന്നതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. കാരണം ഏത് മനുഷ്യനും ഒന്നുറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. ദൈവം നമുക്ക് നൽകിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലാത്ത വ്യക്തികൾ താൻ എന്തെങ്കിലും ഒരു സംഭവമാണെന്നുള്ളൊരു ചിന്തയിലൊക്കെ നടക്കുമ്പോൾ ദൈവവചനം പറയുന്നു, മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യന് എന്ത് വിലമതിപ്പാനുള്ളൂ, അവന് വിട്ടുപോരുവിൻ. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുകയും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി എന്ന് പറയുന്നത്. ആ വ്യക്തികൾ ദൈവത്തെ പിൻപറ്റും, ദൈവത്തോട് ചേർന്ന് നടക്കും. കാരണം ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, നിത്യനായ ദൈവത്തോടു കൂടെ വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവഹൃദയത്തിൽ ആഗ്രഹത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം തൻ്റെ ഹിതത്തെ പകർന്ന് തരും. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. അത് കർത്താവിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് നമ്മൾ നടക്കുന്ന നടപ്പ് ദൈവപ്രകാരമുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തന്ന് നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞവർ മാത്രമല്ല, ഉദയം മുതൽ അസ്തമയം വരെ യഹോവ ഭൂമിയെ വിളിക്കുന്നു, മക്കളെ എൻ്റെ അടുക്കിലേക്ക് വാ എന്ന് പറഞ്ഞ് കർത്താവ് വിളിക്കുന്നു. കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് കർത്താവിനെ പിൻപറ്റാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്ത് വസ്തുവകൾ സമ്പാദിക്കുന്നതല്ല. കാരണം ഈ ഭൂമിയിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, എവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതല്ല. ഇതെല്ലാം തീക്കായി ചുട്ടഴിയുവാനുള്ളതാണ് എന്ന് ദൈവവചനം പറയുന്നു. നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊത്തവണ്ണമായിരിക്കണം നമ്മളുടെ ജീവിതം. അപ്പോൾ തന്നെ നമ്മൾ വരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കൃത്യതയോടുകൂടെ ചെയ്യുക എന്ന് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തി. യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ സകലതും നന്നായി ചെയ്തു. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളാകുമ്പോൾ നന്നായി പഠിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, എൽഡേഴ്സിനെ ബഹുമാനിക്കണം, ടീച്ചേഴ്സിനെ മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കണം, ദൈവം ദൂഷിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകണം. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യണം. അവർ വിവാഹത്തിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ കുടുംബജീവിതം ദൈവഹിത പ്രകാരമുള്ളതായിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റേജിലും ദൈവം വചനത്തിൽ കൂടി ആയിരിക്കണം നയിക്കപ്പെടേണ്ടത്. അങ്ങനെയുള്ളൊരു കാലയളവിൽ ദൈവം ഓരോ വ്യക്തികളെയും പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി എടുക്കും. അങ്ങനെയുള്ള പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടി കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും. അപ്പോൾ ഇതാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം. അപ്പം നമ്മളിതിൽ ഏത് സ്റ്റേജിലായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ ഈ പറയുന്ന ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും മേഖലയിൽ തിരുത്തപ്പെടലുകൾ ആവശ്യമുണ്ടോ? കാരണം ദൈവവചനം പറയുന്ന വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നമ്മൾ നയിക്കപ്പെടണം. അത് ഓരോ ദിവസവും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തുടർമാനമായും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, മാനസാന്തരം വേണം. ഓരോ വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളുടെ ഇടപെടുമ്പോൾ ഒരു മാറ്റം നമ്മളുടെ മനസ്സിന് ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ക്രിസ്തുവിൽ വളർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം നമ്മൾ നയിക്കപ്പെടുമ്പോൾ ദൈവിക സ്വരൂപത്തോട് നമ്മൾ അനുരൂപമാകും. ആ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? അധ്യായത്തിൽ വെളിപ്പെടുന്നത്. നമുക്ക് ചിന്തിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 27 മുതൽ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവരെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ദൈവത്തിന് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്നിട്ട് പറയണം. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ യേശു, നമുക്കറിയാം യേശു ആരാണ്? യേശു ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യനായ ഭൂമിയിൽ അവതരിച്ചതാണ് യേശു എന്ന് പറയുന്നത്. നമ്മൾ പ്രവചന പുസ്തകങ്ങളിലൊക്കെ ഒരു രക്ഷകൻ വരുമെന്നും മാനവരാശിയെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുവാനായിട്ട് പാപമില്ലാത്തവനായി, അഥവാ ദൈവത്തിൻ്റെ മഷിഹ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്ത് അയക്കുന്ന ഒരുവൻ വരും. അവൻ വന്ന് മാനവരാശി മുഴുവൻ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ജീവനെ വെച്ചു തരും എന്നുള്ളതൊക്കെ നമ്മൾ ഉൽപ്പത്തി തൊട്ട് വായിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങളിലൊക്കെ അത് കാണാനായിട്ട് സാധിക്കും.
എന്നാൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന മശിഹ അഥവാ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ പിൻപറ്റുന്ന ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയാണ് അവനെ പിതാവായി ദൈവം മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഈ ദൈവമായവൻ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പിതാവായ ദൈവം എന്തിനാണ് അവനെ മുദ്രയിട്ടത്? അതിൻ്റെ ആവശ്യം എന്താണ്? വിശുദ്ധനായ ദൈവം ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവം അവനെ മുദ്രയിടേണ്ട കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു കാര്യം പറയുന്നത്. മുദ്ര എന്ന് പറയുന്നത് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സകലത്തിലും നിറവേറ്റുന്ന ഒരു ജീവിതമാണ് യേശു കർത്താവ് ജീവിച്ചത്. അത് തൻ്റെ ജീവിതം കൊണ്ട് യേശു വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്, പിതാവാണ് എന്നിൽ വസിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടമാണ് എന്നിൽ ചെയ്യുന്നത്, പിതാവായ ദൈവനെ മുദ്രയിട്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്കുള്ളൊരു മാതൃക കാണിച്ചു തരികയാണ്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് എത്തണമെങ്കിൽ നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ യേശുവിനെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിനെ മാത്രമല്ല മുദ്രയിട്ടിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് നമ്മളെ മുദ്രയിട്ട് നമുക്കത് നോക്കാൻ തുടർന്ന്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. കാരണം നശിച്ചു പോകുന്ന ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ഈ ഓടുന്ന ഓട്ടം എന്തിൻ്റെ പിറകെയാണ് ഓടുന്നത് എന്നൊരു ദിവസം നമ്മൾ ചിന്തിക്കണമെന്ന് ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? നമ്മളുടെ ഓട്ടം എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ വസ്തുവകൾക്ക് വേണ്ടിയിട്ടാണോ, പേരിന് വേണ്ടിയിട്ടാണോ, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണോ, അതോ ജഡികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറയുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ഒരു ആഹാരമുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന നശിച്ചു പോകുന്ന ഒന്നുമല്ല എന്ന് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ആ ആഹാരം? യേശു കർത്താവ് അത് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ലൂക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ അവിടെ പിശാച് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പരീക്ഷകൻ പരീക്ഷിക്കുവാനായിട്ട് വരുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. പിശാച് അവനോട് ഈ കല്ലുകളെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കണ്ടോ, യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാനായിട്ട് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുമ്പോൾ എന്താ പറയുന്നത്? നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞാൽ ഈ ആഹാരം എന്തുവാ? നിലനിൽക്കുന്ന ആഹാരം, നമ്മൾ നിത്യജീവികളിലേക്ക് നയിക്കുന്ന ആഹാരം എന്തുവാ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്, ദൈവവചനം. കാരണം ഒരു മാനുഷിക ശരീരത്തിന് ആഹാരം ആവശ്യമുള്ളതുപോലെ നമ്മളുടെ അകത്തുരുവായ ദൈവ മനുഷ്യനും ഒരു ആഹാരം ആവശ്യമാണ്. എന്താഹാരമാണ് വേണ്ടത്? അത് വേണ്ടത് മായമില്ലാത്ത വചനം എന്ന മായമില്ലാത്ത പാൽ. അതാണ് ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആഹാരം ആരാ തരുന്നത്? ഇവിടെ പറയാണ്, മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, കാരണം അവന് പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ നിത്യജീവങ്കിലേക്കുള്ള ആഹാരം അഥവാ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വചനം, അല്ലേ? ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. മാത്രമല്ല യോഹന്നാന്റെ ഈ സുവിശേഷ തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് ഈ ആഹാരം, എന്താണ് ഈ വചനം എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം 1, 2, 3 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ പറയാണ് വചനം ദൈവത്തോട് കൂടെ. അപ്പോൾ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവം ആയിരുന്നു. അപ്പൊ നോക്കൂ, വചനവും ദൈവവും ദൈവത്തോട് കൂടെ ആയിരുന്ന വചനവും ദൈവം ഒന്നാണെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കി തരണം. വചനം ദൈവമായിരുന്നു. അപ്പൊ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാ വചനം ദൈവമായിരുന്നു. എന്നിട്ട് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. എന്നിട്ട് പറയാ അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. അപ്പൊ ഈ
വചനം ഇപ്പോൾ ഒരു വ്യക്തിയായി മാറി കേട്ടോ. സകലവും അവൻ മുഖാന്തരം. അപ്പോൾ വചനം ഒരു വ്യക്തിയായി, അതാണ് യേശുവിനെ കാണിക്കുന്നത്. കാരണം ഇത് മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയെ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. മനസ്സിലായില്ലേ? ദൈവം ഏകൻ തന്നെ എന്ന് ചിലർ പറയും. പിന്നെ എന്തിനാ ഇവിടെ 3 ദൈവം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്കത് ദൈവത്തിന്റെ ആത്മാവിനാൽ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിൽ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ വചനം ദൈവം, അവിടെ രണ്ട് കാര്യമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് വചനം ദൈവമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്നത്. ഈ വചനം എന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക് വന്നു. മനസ്സിലായില്ലേ? അതാണ് പിന്നെ പറയുന്നത് കേട്ടോ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഈ വചനം ഒരു വ്യക്തിയായി മാറി കേട്ടോ. അവൻ 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 എന്ന് കണ്ടോ അവിടെ നിങ്ങൾ കണ്ടോ? അത് അവൻ ആദിയിൽ കണ്ടോ, അതൊരു വ്യക്തിയായില്ലേ? വചനം വ്യക്തിയായില്ലേ? അവൻ മുഖാന്തരം കേട്ടോ, ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്. അതാണ് യേശു എന്ന് പറയുന്നത്. അവനെ കൂടാതെ കേട്ടോ, ആ ഒരു 2 വാക്യത്തിൽ തന്നെ അവൻ 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 എന്ന് പറയുന്നത് യേശുവിനെയാണ് കാണിക്കുന്നത്. എന്തിനാ അതങ്ങനെ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താ? യോഹന്നാൻ ഈ ആത്മാവിൽ ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താ? ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച കാര്യത്തെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ അവനെ കൂടാതെ ഉളവായതല്ല. അതിന്റെ 4-ാം വാക്യം, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അടുത്ത കാര്യം പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവൻ എന്തായി തീർന്നു? വെളിച്ചമായി തീർന്നു. ഓരോ കാര്യങ്ങൾ പറയണം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഈ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള ഇരുട്ട് മാറിപ്പോയിട്ട് നമ്മളും വെളിച്ചമായി തീരും. എന്നിട്ട് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇരുൾ പിടിച്ചടക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി നമ്മളും വെളിച്ചത്തിലേക്ക് വരണം, നമ്മളും വെളിച്ചമായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മാത്രമല്ല ഇതേ പുസ്തകം ഇപ്പോൾ നമ്മൾ 6-ാം അധ്യായം വായിച്ചത്. ഈ 6-ാം അധ്യായത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഈ അവനെ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. മോളി പറഞ്ഞ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞു. ഇത് പറയാനുള്ള കാരണം എന്താ? അതിന്റെ ഈ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായത്തിന്റെ 26. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഇവര് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. യേശുവിന്റെ അടുക്കിലേക്ക് വന്നവർക്ക് എന്ത് ചെയ്തു? അപ്പമൊക്കെ ധാരാളമായി, ഭക്ഷണം ധാരാളമായിട്ട് കിട്ടി, ധാരാളം അപ്പം മീനൊക്കെ കിട്ടിയതുകൊണ്ട് അവര് വരികയാണ്. അപ്പൊ അതുകൊണ്ട് യേശു അവരോട് പറയും, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് കേട്ടോ. നിങ്ങൾ ആഹാരത്തിന് വേണ്ടി എന്നെ പിൻപറ്റുന്നെങ്കിൽ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ഒരു ആഹാരമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാൻ മതിയായവനാണ് എന്ന് പറയണം. എന്നിട്ട് ആ പുസ്തകം താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ, നമ്മളത് പിന്നീട് വായിക്കണം. കാരണം ഈ 6-ാം അധ്യായത്തിന് മുഴുവൻ ഈ ജീവനുള്ള അപ്പത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ മറ്റു പല ക്രിസ്തീയ വിഭാഗക്കാരും ഈ ജീവനുള്ള അപ്പം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അവർ അപ്പം അത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് യേശു പറയുന്ന ഒരു വേദഭാഗമാണ് 6-ാം അധ്യായത്തിലുള്ളത്. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 54-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കുന്ന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ ഇവിടെ പറയാണ്, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാണ്, ഞാൻ ഒടുക്കത്തെ നാളിൽ എന്റെ മാംസവും എന്റെ രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്നവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് 55-ാം വാക്യം, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. കണ്ടോ? അപ്പോൾ എന്റെ മാംസവും എന്റെ രക്തവും കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് അവർ പെട്ടെന്ന് ഒഫൻഡഡ് ആയി. കാരണം അവരോട് വ്യക്തമായിട്ട് മോശ മുഖാന്തരമുള്ള ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? രക്തം കുടിക്കാൻ, രക്തത്തോടു കൂടെ ഒന്നും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ വിപരീതമായിട്ട് യേശു പറയുമ്പോൾ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ആത്മീയമായി പറയുന്ന ഒരു കാര്യങ്ങൾ ആത്മീയന്മാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ, ഇവർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ പറയാണ് 56-ാം വാക്യം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ ഇതൊരു ഒരു ബന്ധത്തിലേക്ക്, ഒരു ദൈവിക ജീവൻ ഒരു വ്യക്തിയിലേക്ക് വ്യാപരിക്കണമെങ്കിൽ ഇതെങ്ങനെ സാധ്യമാകും? അത് സാധ്യമാകണമെങ്കിൽ ഈ രക്തത്തിലാണ് ജീവൻ ഉള്ളത്. അതുകൊണ്ട് യേശു പറയണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം, എൻ്റെ ശരീരം, എൻ്റെ
ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, അങ്ങനെയാണെങ്കിലാണ് ഞാൻ നിങ്ങളിൽ വസിക്കത്തുള്ളൂ എന്ന് അവരോട് പറയാണ്. ഇനി 57-ാമത്തെ വാക്യം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ ഇവിടെ പറയണ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ പറഞ്ഞില്ല നേരത്തെ മുകളിൽ നിന്ന് ഒരു അപ്പത്തിന്റെ കാര്യം പറഞ്ഞു. ഇവർ അപ്പം അന്വേഷിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു പറയാണ് ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്, നശിച്ചു പോകാത്ത ഒരു അപ്പത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ അപ്പവും ഞാൻ തരുന്ന അപ്പവും എൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് അവരോട് പറയാണ്. പക്ഷെ അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ 58-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇറ്റേണൽ ലൈഫ്. കണ്ടോ, ഇത് നിത്യതയുടെ കാര്യം പറയുന്നത്, അതല്ലാതെ ഇവിടുത്തെ ഓരോ ദിവസത്തെ അപ്പത്തെ കുറിച്ചല്ല പറയുന്നത്. ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 60-ാമത്തെ വാക്യത്തിൽ അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. കാരണം ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരോട് പറയുന്നത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാനായിട്ട് സാധിക്കും. 61-ാം വാക്യം. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുവിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അവർക്ക് ഒരു ഇടർച്ച ഉണ്ടാക്കി. ഇതേ യേശു തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് യേശു പറഞ്ഞിട്ട് യേശു അവർക്ക് ഇടർച്ച ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കാര്യം പറയാണ്. അപ്പൊ എന്നിട്ട് ചോദിക്കും ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നുണ്ടോ എന്നിട്ട് പറയാ. 62-ാം വാക്യം. മനുഷ്യപുത്രൻ മുൻപേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ. അപ്പൊ ഇത് അവരോടൊരു മർമ്മം പറയാണ്. മനുഷ്യപുത്രൻ ആരാണെന്നും മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താ, ഇതൊക്കെ പറയുമ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് ഞാൻ. വേറെ ഭാഗത്ത് ഇത് നമ്മൾ വായിച്ചില്ല, മുകളിൽ പറയുന്നുണ്ടല്ലോ, മോശ നിങ്ങൾക്ക് മന്ന തന്നു, പക്ഷെ മോശ മരിച്ചുപോയി. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തോ അവിടെ യേശു പറയാൻ ഉദ്ദേശിക്കുന്നത്? യേശു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റേണൽ ലൈഫാണ്. മരണമില്ലാത്ത ഒരു തേജസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണമാണ്. ഈ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവോട് പറയുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. അതൊക്കെ നിങ്ങൾക്ക് തരാൻ ദൈവം മതിയാകാനാണ്. നിങ്ങൾ വിചാരപ്പെടേണ്ടത് ഇറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നശിച്ചു പോകാത്ത കാര്യങ്ങളാണ്, നിത്യമായ കാര്യങ്ങളാണ്. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിനെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവനെ പിൻപറ്റുന്നവർക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ യേശു പറഞ്ഞ കാര്യത്തെ കേട്ട് അവർ ഒഫൻഡഡ് ആയിട്ട് പറയാണ് ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ എന്ന് പറഞ്ഞിട്ട് യേശു തന്നെ താനീ പറഞ്ഞ അപ്പം എന്താണ് ഈ രക്തം എന്താണ്, ഇതുമൂലം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് യേശു തന്നെ അത് വെളിപ്പെടുത്താം. അതുകൊണ്ട് ഇത് മറ്റു പലരും ഇന്ന് അതിനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പോലെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. യേശു തന്നെ പറയാണ്. 63-ാമത്തെ വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കണ്ടോ, നോക്കി. അപ്പൊ യേശു തന്നെ പറയാം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, ഇതാണ് ഈ അപ്പം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച, അതാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനത്തിൽ ജീവനുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. മനസ്സിലായോ? കേട്ടോ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ ഇന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ, ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇത് നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുമ്പോഴാണ് ഈ പറയുന്ന ജീവനും പോഷണവും ഒക്കെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അവൻ ദൈവഹിതത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യൻ വളർന്നു വരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കണ്ടോ? അപ്പൊ ഇതിൽ യേശുവിന്റെ കാര്യം പറഞ്ഞത് ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകരുത്, മറിച്ച് നിങ്ങൾ എന്തിനു വേണം? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരത്തിന്റെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. ഈ ഫ്ലഷിലെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. യേശു അത് പിന്നീട് പറഞ്ഞില്ലല്ലോ. കണ്ടോ, ജീവിപ്പിക്കുന്നത്
ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. കാരണം ഈ ഫ്ലഷിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ പിന്നാലെ വന്നത്. എന്തിനാ ഈ അപ്പത്തിന് പിന്നാലെ വന്നത്? ശരീരത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ടാണ് ഈ പറയുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന്റെ ചിന്തകളാൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കരുത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ടോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. കേട്ടോ, ദൈവത്തിന്റെ വചനം നമുക്ക് നമ്മളുടെ അകത്തെ മനുഷ്യനെ എന്ത് നൽകും? നമ്മളുടെ അകത്തെ മനുഷ്യന്റെ ആത്മാവിനെ വളർത്തും, അകത്തെ മനുഷ്യനിലെ ദൈവിക ജീവൻ പകരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇന്നും പറയുന്നുണ്ടല്ലോ, ശവമുള്ളെടുത്ത് കഴുക്കൽ കൂടും എന്ന് യേശു പറയുന്നതിന്റെ കാരണം എന്താ? ഈ ഫ്ലഷ്ലി കാര്യങ്ങൾ പറയുന്ന കാര്യം. മാംസം, ഫ്ലഷ്, ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് യേശു ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആളുകൾക്ക്. ഇത് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത പോലെ തന്നെ അത് മനസ്സിലാവത്തില്ല. ഫ്ലഷ്ലി കാര്യങ്ങൾ പറയുമ്പോൾ, ലോകത്തിന്റെ നന്മകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ ലോകത്തെ തീക്കായി ചുട്ടടിയാനുള്ള കാര്യങ്ങൾ പറയുന്നിടത്തൊക്കെ ആൾ കൂടും. മറിച്ച് എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന് പറയുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം എന്ന് പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവിടെ എന്നിട്ട് ഇതിന്റെ 6-ാം അധ്യായത്തില് യേശു പറഞ്ഞല്ലോ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം പുത്രനെ മുദ്രയിട്ടു. ആ മുദ്രയിട്ടിരിക്കാൻ എല്ലായ്പ്പോഴും പുത്രൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്തത്. അതാണ് മുദ്രയിട്ടതിന്റെ പ്രത്യേകത. മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാണിക്കുകയാണ്, ഇനി എൻ്റെ ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ പിതാവിനുള്ളവനാണ്, പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാണ് മുദ്രയിട്ടിരിക്കുന്നതെന്ന്. മനസ്സിലായോ? 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, 2 കൊരിന്ത്യർ 1:22. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. കേട്ടോ, അവൻ നമ്മളെ മുദ്രയിട്ടു. കേട്ടോ, അവൻ നമ്മളെ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ ഇതേ മുദ്ര തന്നെ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം എന്ത് ചെയ്തു? മുദ്ര. ഇവിടെ പറയാണ്, അവൻ നമ്മെ മുദ്രയിട്ടു. അതിന്റെ 21-ാമത്തെ വായിക്കുന്ന വെച്ചാ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ അഭിഷേകം ചെയ്തു, നമ്മെ മുദ്രയിട്ടു. പുത്രനെ എന്ത് ചെയ്തു? പുത്രനെ അഭിഷേകം ചെയ്തു അല്ലേ? യേശു പറയുന്നുണ്ടല്ലോ, പിതാവ് അഭിഷേകം ചെയ്ത് ഭൂമിയിലേക്ക് അയച്ച എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം നമുക്കുള്ള മാതൃക കാണിച്ചതാണ് പുത്രൻ. അതേ തലത്തിലോട്ട് നമ്മളെയും ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അടുത്ത വാക്യം, നമ്മയും എന്ത് ചെയ്തു? കേട്ടോ, നമ്മെ അഭിഷേകം ചെയ്തു, അവൻ നമ്മെ മുദ്രയിട്ടു. കേട്ടോ, നമ്മളെ എന്നെ മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മളെയും മുദ്രയിട്ടു. എന്നിട്ട് പറയാം, ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അച്ചാരം തന്നു എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൺ അല്ലെ, എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൺ തന്നു. ഇനി നമ്മളെ സ്വന്തമാക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയെ മണവാളൻ വിവാഹത്തിനായിട്ട് വന്ന് കൊണ്ടുപോകുന്നത് പോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളെ ഓരോരുത്തരെയും പിതാവായ ദൈവം മുദ്രയിട്ട് ദൈവത്തിനായിട്ട് വേർതിരിച്ചു. മനസ്സിലായോ? ഈ വേർതിരിച്ചപ്പെട്ട വ്യക്തികളെ ഇനി ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടപ്പെട്ട ഓരോ വ്യക്തികളെയും ചേർപ്പാനായിട്ട് മണവാളനാകുന്ന യേശു കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും. മനസ്സിലായോ? അവരെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യും? പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറയാണ്, അവനെ മുദ്രയിട്ടു, അതുപോലെ തന്നെ നമ്മളെയും എന്ത് ചെയ്തു? നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. ഇതൊരു ഉറപ്പാണ്. അതായത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ്, ഞാൻ ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ടവനാണ്. അവൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. കേട്ടോ, ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം? ആ ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മളുടെ ജീവിതം ജീവിക്കുക എന്നുള്ളത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മൾ മുദ്രയിട്ടു. കേട്ടോ, വേറെ ഭാഗത്ത് പറയാ, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. എന്തിനാ മുദ്രയിട്ടിരിക്കുന്നത്? തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തി, ദൈവത്തിന്റെ തേജസ് നമ്മളിൽ വെളിപ്പെടുത്തി, നമ്മളും തേജസ്സിന്റെ മക്കളായി തീരുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ തേജസ്സാണ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ആ തേജസ് നമ്മൾ വളരുക എന്നുള്ളത്. നമ്മൾ ദൈവത്തിനായി തിരിച്ചതുകൊണ്ട് ഇനി നമ്മൾ മറ്റു ഒന്നിലും എന്ത് ചെയ്യരുത്, പെട്ടു പോകരുത്. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, 2 കൊരിന്ത്യ ലേഖനത്തിൽ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. പക്ഷേ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അവസാനത്തോളം ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളത് ഏതൊരു ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളത് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ അവരോടുന്നില്ലല്ലോ ഇവരോടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടാതിരുന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മളെ ദൈവം വിളിക്കത്തോളം നടക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് ഒരു വ്യക്തിയോട് പോലും ഇല്ലായിരുന്നല്ലോ. പക്ഷേ പിതാവായ ദൈവത്തിൻ്റെ ഹിതം മാത്രം ചെയ്തുകൊണ്ടാണ് യേശു കർത്താവ് എന്ത് ചെയ്തത്? ഓട്ടം ഓടിയത്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് ഓട്ടം സ്ഥിരതയോടുകൂടി പിതാവിനെ സകലത്തിലും പുത്രൻ പ്രസാദിപ്പിച്ചു, ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം പറഞ്ഞു. മനസ്സിലായോ? പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയാണ്, അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശു ജനിച്ചതുപോലുള്ളൊരു ജനനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? യേശു എങ്ങനെ ജനിച്ചത്? പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, അല്ലേ? പാപമില്ലാത്തവനായി ജനിച്ചു. അപ്പോൾ നമ്മളെങ്ങനെയാണ് ജനിച്ചത്? നമ്മൾ പാപത്തിൽ ജനിച്ചു, പക്ഷെ വീണ്ടും ജനനത്തിൽ പാപമില്ലാത്തൊരു ജനനം ദൈവം നമുക്ക് തന്നു, അല്ലേ? നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് യേശു ജീവിച്ചത്? യേശു പൂർണ്ണമായിട്ടും പിതാവിൻ്റെ ഹിതം നിറവേറ്റി ജീവിച്ചു. പൂർണ്ണമായും നിറവേറ്റിയത് കൊണ്ട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്ത് പറയുന്നു? ലൂക്കോസ് സുവിശേഷം 2:40-52 പറയാണ്, പൈതൽ വളർന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അകത്തുരുവായ ദൈവ മനുഷ്യൻ വളരാനായിട്ട് ഈ പുറമേയുള്ള പോഷകാഹാരം കൊണ്ട് ഈ വളർച്ച നടക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ആ ആഹാരം നമുക്ക് ആര് തരും? കർത്താവ് തരും. ആ ആഹാരം എന്താണ്? വചനമാണ്. മനസ്സിലായോ? അപ്പം നമ്മളുടെ അകത്തെ മനുഷ്യൻ വളരാൻ പുറത്തുള്ള പോഷകാഹാരം പറ്റത്തില്ല. അത് ശരീരത്തിനുള്ളതാണ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ ഈ ശരീരം ഇത് ഒന്നിനും ഉപകരിക്കാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ഒന്നിനും ഉപകരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, മറ്റേ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്. അപ്പോൾ ഈ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഇത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുകയല്ല, ഇറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അതിനൊരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതും ശക്തനാക്കുന്നതും ദൈവത്തിൻ്റെ വചനമെന്ന ആഹാരമാണ്. അത് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു തലത്തിലോട്ട് നമ്മളെ നയിക്കാനായിട്ട് ഉതകുന്നതാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു, പൈതൽ വളർന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള വളർച്ചയോടൊപ്പം തന്നെ നമ്മൾ അകത്തുരുവായ ദൈവമനുഷ്യനും വചനമെന്ന മായമില്ലാത്ത പാലും കട്ടിയായുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് മനസ്സ് പുതുക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ വളരാൻ തുടങ്ങും. യേശുവിനെ കുറിച്ച് പറയുകയാണ്, പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു. അപ്പോൾ ഈ വളർച്ച നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മളും ദൈവീയ ജ്ഞാനത്താൽ നിറയപ്പെടാനിടയാം. ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സമയത്ത് നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ, ഉയരത്തിലുള്ള ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചത്? അകത്തെ മനുഷ്യൻ വളരാൻ തുടങ്ങുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം നിറയുന്നു. തുറന്നു പറയാണ്, പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. അപ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ജ്ഞാനം നിറയുന്നതെങ്കിൽ ഒപ്പം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആത്മശക്തിയാൽ ആ വ്യക്തി നിറയപ്പെടും. വചനം പറയുന്നുണ്ടല്ലോ, യേശു ഇതേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷ വന്ന സമയങ്ങളിൽ വചനത്തെ മുറുകെ പിടിച്ചു. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ യോർദാൻ ഗലീലേക്ക് പോയി, അല്ലെ? ഗലീലേക്ക് പോയി. ആ ശക്തി പ്രാപിച്ചത് വചനത്തെ മുറുകെ പിടിച്ച് സാഹചര്യങ്ങളുടെ നടുവിൽ വചനം മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിൽ, നമ്മളുടെ അകത്തെ മനുഷ്യനും സാഹചര്യങ്ങളുടെ നടുവിൽ വചനത്തെ അനുസരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ അകത്തെ മനുഷ്യനും ശക്തി പ്രാപിക്കുക. മനസ്സിലായോ? അപ്പോൾ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയാണ് ബലം വരുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ യേശു കർത്താവ് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവരായി തീർന്നു. ഇതുപോലുള്ളൊരു അനുഭവത്തിലേക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് കൃപ തോന്നിപ്പിക്കുന്ന ഒരു അനുഭവത്തിലോട്ട് ദൈവം നടത്തും. അവിടെയാണ് ദൈവത്തിനും
മനുഷ്യർക്കും പ്രസാദമുള്ള വ്യക്തികളായിട്ട് നമ്മളും തീരുന്നു. മാത്രമല്ല, നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ബന്ധങ്ങളും കൊടുക്കൽ വാങ്ങലുകളും കുടുംബജീവിതവും ഒക്കെ പതുക്കെ പതുക്കെ രൂപാന്തരപ്പെടാനായിട്ട് തുടങ്ങും. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് തീരുന്ന ഒരു അനുഭവത്തിലേക്ക്, യേശുവിൻ്റെ സൗരഭ്യം വെളിപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറുന്നൊരു അനുഭവത്തിലേക്ക്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അത് വെളിച്ചമായിരുന്നു, മറ്റുള്ള വെളിച്ചമായിരുന്നു പറയുന്ന പോലെ നമ്മളുടെ അകത്തും ദൈവത്തിൻ്റെ ജീവൻ വെളിച്ചമായി തീരുന്നതിനാൽ നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലും അവിടെയുള്ള ഇരുട്ട് മാറിപ്പോകാനും അവരും ഈ വെളിച്ചമാകുന്ന യേശുവിനെ പിൻപറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരാനൊക്കെ ആയിത്തീരും. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങളും വെളിച്ചമായി തീരും. കാരണം നമ്മൾ യേശുവിനാണ് പിൻപറ്റുന്നതെങ്കിൽ നമ്മളും വെളിച്ചമായി തീരും. മാത്രമല്ല, നമ്മളിലുള്ള ഇരുട്ടുകൾ നീങ്ങിപ്പോയി നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെയും നടത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ ഈ നശിച്ചു പോകുന്ന ആഹാരത്തിൻ്റെ ചിന്തകൾ മാത്രമാണോ, ഈ ഫ്ലഷ്ലിയുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മുടെ ചിന്ത, അതോ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അപ്പോൾ ഈ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അത് കാരണം നോക്കി, നിങ്ങൾ നിലനിൽക്കുന്ന ആഹാരത്തിന് ആയിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, ഒരു വാക്ക് കണ്ടോ? അപ്പോൾ ഈ വാക്ക് കാണുമ്പോൾ ആളുകൾ ഇതിനു വേണ്ടി ഒത്തിരി പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ അതുകൊണ്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ ഈ കാര്യം എടുത്തു പറയുകയാണ്. എന്ത് കാര്യം? ഈ ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞ് ഇവർക്കൊന്നും മനസ്സിലായില്ല എന്തു ഈ പ്രവർത്തിക്കേണ്ടതെന്ന്. ആ 28-ാമത്തെ വാക്യത്തിൽ അവനോട് ചോദിക്കുക. 28-ാമത്തെ വാക്യം കണ്ടോ? അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലായി വല്ലതും? കണ്ടോ, ഇവിടെ നോക്കിയാൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി അങ്ങ് പ്രവർത്തിക്കാം എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്. അവനോട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തികളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണോ, സഹായിക്കണോ, എന്തൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത്? ആ ലിസ്റ്റ് ഒന്ന് തരികയാണെങ്കിൽ ഞങ്ങളതെല്ലാം അങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച് 28. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളില്ല, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയേ ഉള്ളൂ. കണ്ടോ, അവർ ചോദ്യം കണ്ടോ, ചോദ്യം പ്ലൂറൽ ആണെങ്കിലും ഉത്തരം സിംഗുലർ ആണ് അല്ലേ? എന്തൊക്കെ പ്രവർത്തിക്കേണ്ട കർത്താവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നോട്ട് അതങ്ങ് ചെയ്യാം. ശേഷി പറയാം, അങ്ങനെ കുറെ പ്രവൃത്തികൾ ചെയ്ത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരൊറ്റ പ്രവൃത്തിയേ ഉള്ളൂ. അതെന്താ? അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ യെസ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്ന വ്യക്തികളെ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ നടക്കേണ്ടവര് അവിടെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ നടക്കേണ്ട കാര്യം ഇതേ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം ഇതേ യോഹന്നാൻ തന്നെ പറയാണ്, അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാ. കണ്ടോ? അപ്പോൾ ഇവിടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വസിക്കുക എന്നാണ് ഈ പറഞ്ഞാൽ അർത്ഥം. അവൻ നടന്നതുപോലെ നടക്കണം. അപ്പൊ അവൻ നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാൻ പറ്റുക? പിതാവിന്റെ ഇഷ്ടം ചെയ്ത് പുത്രൻ ജീവിച്ചതുപോലെ പുത്രന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളും ഓരോ ദിവസവും ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് മുകളിൽ പറഞ്ഞത്, നശിച്ചുപോക ആഹാരത്തിനല്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ഞങ്ങൾ നിനക്ക് തരും. അങ്ങനെയാണെങ്കിൽ യേശു വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞവൻ വചനത്തിന്റെ അനുസരണത്തിൽ കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഓരോ ദിവസവും നയിക്കാനായിട്ട് തുടങ്ങും. 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ഇത് ചുമ്മാ പറയുക മാത്രമാണ് യേശു ചെയ്തത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു വാക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 8:29 യോഹന്നാൻ സുവിശേഷം 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിയാൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അയച്ചവൻ വിശ്വസിക്കുകയാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു ചെയ്തത് അതേ കാര്യമാണ് തന്നെ. കണ്ടോ? എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. നമ്മളെ സംബന്ധിച്ചപ്പോൾ എന്ത് പറയണേ? നമ്മളെ വിളിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:28 കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ
നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എല്ലായ്പ്പോഴും യേശുവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റണം. ഇതാണ് നമ്മളെ മേലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ യേശു പറഞ്ഞ പോലെ പറയണം അവന് പ്രസാദമുള്ളത് ചെയ്യുന്നുണ്ട്. എന്താ അങ്ങനെ പ്രസാദമുള്ളത് ചെയ്താലുള്ള ഗുണം എന്താ? അവൻ എന്നെ ഏകനായി വിടില്ല. അപ്പോൾ യേശുവിനെ പ്രസാദമുള്ളൊരു കാര്യം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മ നമ്മളോട് കൂടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ സഭകളോട് പറയുന്നത്, ഞാൻ ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്ന എൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ ഞാൻ നിന്നോട് കൂടെ വസിക്കാതെ പറഞ്ഞതിന്റെ കാരണം എന്താ? പ്രസാദമുള്ളത് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? യേശു കർത്താവ് അവരെ വിട്ടുപോയി, ദൈവസാന്നിധ്യം വിട്ടുപോയി. മനസ്സിലായോ? പക്ഷെ ഇപ്പോഴും കർത്താവ് അവസരം കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ സ്വീകരിച്ചാൽ, എൻ്റെ വഴിയിൽ നടക്കാൻ നിങ്ങൾ എന്നെ ഈ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിച്ചാൽ, പത്രോസ് അങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ വരികയും ഞാൻ നിങ്ങൾ നടക്കേണ്ടത് വഴി കാണിച്ചു തന്ന് നിങ്ങളെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിങ്ങളെ ചേർക്കാനായിട്ട് ഞാൻ മതിയായവനാണ്. യോഹന്നാൻ ഇതേ പുസ്തകം 5:36 എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കും. നമ്മളുടെ ജീവിതം ഇതുപോലെ ആയിരിക്കണം. നമ്മളുടെ ജീവിതം കണ്ട് നമ്മൾ യേശുവിനെ പിൻപറ്റുന്നവരാണെന്ന് മറ്റുള്ളവർ പറയണം. ഇന്ന് പലരും പുറമേയുള്ള ചില പ്രകടനങ്ങൾ കൊണ്ടും വേഷവിധാനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്താ ഇതിൽ പറയുന്ന പോലെ ചില പരിച്ഛേദനകൾ കൊണ്ടൊക്കെ ഞങ്ങൾ യേശുവിന് കൂടെ ഉള്ളവരാണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തലല്ല വേണ്ടത്. ഇവിടെ പറയാണ് കേട്ടോ, എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തിന് വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തി. കേട്ടോ, വളരെ കൃത്യമായിട്ടാണ്. വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൽ. ഇത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക. അത് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം, സമയത്ത് അസമയത്തും ഒരുങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കർത്താവിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ ചെയ്താൽ കർത്താവ് പറയും ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. മത്തായിയുടെ സുവിശേഷത്തിൽ അത് കാണാം. കർത്താവിൻ്റെ ഹിതം നമ്മൾ ചെയ്തില്ല എങ്കിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടത്തിലായിത്തീരും. മറിച്ച് യേശു ചെയ്ത പോലുള്ള ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ കണ്ടോ, അവൻ എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ അതെന്താണ്? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. എന്ത് കൃത്യമായിട്ട് പറയണേ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. ഇത് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യേശുവിനെ വെളിപ്പെടുന്നതായിരിക്കണം, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതായിരിക്കണം. നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നവരാണ് എന്നുള്ളത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇടപെടലുകളും ബന്ധങ്ങളും എല്ലാം അത് വെളിപ്പെടുന്നതായിരിക്കണം. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് യോഹന്നാൻ നേരത്തെ പറഞ്ഞ പോലെ അവന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അവൻ നടന്നുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ ആയിത്തീരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ് എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് നിർത്താം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് എടുക്കുമ്പോൾ അവിടെ എബ്രായർ 4:10 അവിടെ ഒരു വലിയൊരു മർമ്മമാണ് കർത്താവ് പറയുന്നത്. ഈ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച ആളുകൾ ഇരിക്കുമ്പോൾ പലപ്പോഴും പറയണത് ഇങ്ങനെ ഇരുന്നാൽ മതി ബ്രദർ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ള ഒരു ശൈലിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. വായിച്ചത് ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ ഈ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അപ്പോൾ പറയാണ് ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം 6 ദിവസം എല്ലാം സൃഷ്ടിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥതയിൽ ആയിരുന്നത് പോലെ ഇവിടെ പറയാണ് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ദൈവം നമ്മളൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാരണം ദൈവമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആ സ്വസ്ഥതയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ. അത് സംസാരിക്കണമെങ്കിൽ ദൈവം വചനത്തിൽ കൂടി സംസാരിക്കുന്നത് കൊണ്ട് ഈ സ്വസ്ഥതയുടെ അനുഭവത്തിൽ ഇരുന്ന് നമ്മൾ ദൈവവചനം എന്ത് ചെയ്യണം? രാപ്പകൽ ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കുമ്പോഴാണ് ആ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയോടാണ് ദൈവം തന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി സംസാരിക്കുകയും നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുകയും ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും തൻ്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായോ? മോശയുടെ കൈയോടുകൂടെ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടു എന്ന് ദൈവവചനം പറയുമ്പോൾ മോശ എത്ര വർഷം കടന്നു ദൈവത്തോടു കൂടെ, അല്ലേ? മനസ്സിലായോ? 40 വർഷം ദൈവത്തോട് കൂടെ നടന്നു.
അങ്ങനെ ഒരു നടക്കാൻ വേണ്ടി ഒരു 40 വർഷം താൻ എന്ത് ചെയ്തു? ഇത്രോന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. ഒരു 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ താൻ കാര്യങ്ങൾ പിടിച്ചു. അതിനുശേഷമാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി മോശയെ വിളിച്ച് വേർതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇത്രയും വലിയവനായ ഒരു ദൈവത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാൻ വേണ്ടി പോരുത്. ഇന്ന ആളുകളുടെയൊക്കെ ഒരു ചിന്ത, കർത്താവിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ സഹായിക്കേണ്ടത്. അങ്ങനെ ഒരു സഹായം ഒന്നും കർത്താവിന് ആവശ്യമില്ല. കാരണം എന്താ? അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. കർത്താവ് സർവശക്തനാണ്, ഇല്ലാതിനുള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ്. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ കൈക്ക് ഇണങ്ങുന്ന ആയുധങ്ങളായി നമ്മൾ തീരുക എന്നുള്ളതാണ്. ആ പുത്രൻ 33 വർഷത്തെ ജീവിതത്തിൽ 30 വർഷം പിതാവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചെങ്കിൽ ഇതൊക്കെ നമുക്കുള്ള മാതൃകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് സ്വസ്ഥതയിലും സമാധാനത്തിലും നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്തും കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കും. നമ്മളെ മുദ്രയിട്ടു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ വേർതിരിച്ചവരാണെന്നൊരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകരുത്. കാരണം ദൈവജനം പറയുന്നുണ്ട്, നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആയി തീരരുത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ അനുസരണത്തിൽ കൂടി കർത്താവിനെ മഹത്വപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തെ എഴുതപ്പെട്ട ആത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ കർത്താവെ, അങ്ങയുടെ ഹിതം മനസ്സിലാക്കി അതിനൊത്തോണം ജീവിപ്പാൻ പുത്രൻ ജീവിച്ച് കാണിച്ചതുപോലെ അങ്ങയുടെ പുത്രന്മാരെ ഞങ്ങൾ അതുപോലെ ജീവിച്ചും കൊണ്ട് അങ്ങ് കർത്താവെ ആ സിംഹാസനത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഭൂഷണായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളെയും കർത്താവെ ആ തേജസ്സിലേക്ക് ചേർപ്പാനായിട്ട് വരുമ്പോൾ ഞങ്ങളും ഒരുങ്ങിയിരിപ്പാൻ തക്കോണം ഞാനുള്ളൊരു ഹൃദയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ട് ഈ കാലയളവിൽ വിശ്വാസത്തിൽ കർത്താവെ ഉറപ്പുള്ളവരായി, വിശ്വാസത്തിൽ കർത്താവെ ശക്തിപ്പെട്ട് കർത്താവെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണമേ, ഞങ്ങളെല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകം മുഴുവനുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മഹത്വം എല്ലായിടത്തും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാളിക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.